ഒരു യുവാക്കളാണ്, കേരളത്തിലെ യുവാക്കളാണ് ഈ ഒരു തെരുവുകളിൽ സമരം ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇനിയെങ്കിലും നല്ലൊരു തീരുമാനമെടുത്ത് നമ്മളെല്ലാവരും ജോലിക്ക് എടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 6 റാങ്ക് വാങ്ങിച്ച അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാരക്കോണത്തുണ്ടായിരുന്ന പയ്യൻ ആത്മഹത്യ ചെയ്തു. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി ലഭിക്കാത്ത, നിയമനം ലഭിക്കാത്ത. കാരണം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പോലീസ് റാങ്ക് ലിസ്റ്റുകളൊക്കെ നിലവിൽ വന്ന ആൾക്കാരല്ല. ഇതിന് മുമ്പത്തെ റാങ്ക് ലിസ്റ്റൊക്കെ എന്ന് വെച്ചാൽ സാധാരണ ഒരു പരീക്ഷ ഫിസിക്കലി റാങ്ക് ലിസ്റ്റ് വന്നവരാണ്. സമരം ശക്തമാണ്, തുടങ്ങിയിട്ട് 42 ദിവസത്തോളമായി. നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സപ്പോർട്ടും ഇല്ല. ഒരു സപ്പോർട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ബന്ധമില്ലാത്ത കണക്കാണ് മുഖ്യമന്ത്രി നമുക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് അർഹതപ്പെട്ട ന്യായം നമുക്ക് കിട്ടണം. ഇതൊരു ഔദാര്യമല്ല, അവകാശമാണ്. നിയമനം ആവശ്യപ്പെട്ട് ആൾ കേരള പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ നിരാഹാര സത്യാഗ്രഹം 42 ദിവസം പിന്നിടുകയാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന നിരാഹാര സമരത്തിൽ അധികാരികളുടെ ശ്രദ്ധ പതിഞ്ഞേ മതിയാകും. അവരുടെ വിശേഷങ്ങളിലേക്ക്. എന്താ ഈ സമരത്തിൻ്റെ വിശേഷങ്ങൾ? നമ്മളിവിടെ ഒരു 40ഓളം ദിവസമായി നമ്മൾ ഈ സമരം തുടങ്ങിയിട്ട്. അപ്പം നമ്മളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ്, തികച്ചും ന്യായമായിട്ടുള്ളൊരു സമരമാണ്. അപ്പം നമ്മൾ 10,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് നമുക്ക് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടാതെ പുറത്താവുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നത്. നമുക്കിനിപ്പം വെറും 21 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ലിസ്റ്റ് റദ്ദാവാൻ വേണ്ടിയിട്ട്. അപ്പം ഇലക്ഷനുമൊക്കെ വരുവാണ്. അപ്പോൾ സർക്കാർ കണ്ണ് തുറക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും ഇവിടെ കിടന്ന് ഈ പൊരുവയിലും പൊടിയിലും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്നിപ്പം സത്യം പറയാൻ നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. നമുക്കിനി ചെയ്യാനായിട്ട് വേറൊരു മാർഗ്ഗവുമില്ല. ഒരു 4-5 വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടി പുറകെ നടന്നതാണ്. തികച്ചും ന്യായമായിട്ടുള്ള ഒരു അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ്. ദയവേത് സർക്കാർ കണ്ണ് തുറന്ന് നമ്മുടെ ഒരു അവസ്ഥ, ദയനീയ അവസ്ഥ മനസ്സിലാക്കണമെന്ന് നമ്മൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എത്ര ദിവസമായി നിങ്ങളുടെ ഈ സമരം ഇവിടെ സെക്രട്ടേറിയറ്റ്? നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 12-ാം തീയതി തൊട്ടാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നമ്മൾ നീങ്ങിയത്. നമ്മുടെ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ വെറും 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഏപ്രിൽ 13 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലിസ്റ്റ് റദ്ദാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വെറും 21% നിയമനം മാത്രമേ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫെബ്രുവരി 12 തൊട്ട് അനിശ്ചിതകാല സമരം എന്നുള്ളൊരു പ്ലാനിലോട്ട് നമ്മൾ നീങ്ങാൻ നിർബന്ധിതരായത്. അപ്പോൾ വേറൊരു മാർഗ്ഗം നമുക്കിനി ഇല്ല. നമ്മൾ ഈ 10 മാസത്തോളം കാലം നമ്മളിവിടുത്തെ സെക്രട്ടേറിയറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും കണ്ടു, എല്ലാ രാഷ്ട്രീയ പ്രമുഖരെയും കണ്ടു. എന്നിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം നമുക്ക് ഒരിടത്തുനിന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ 2 ഘട്ട പരീക്ഷയൊക്കെ എഴുതി ഫിസിക്കൽ ടെസ്റ്റും എല്ലാം പാസ്സായി 5 വർഷത്തോളം കളഞ്ഞ് നമ്മൾ ഒരു യുവാക്കളാണ്, കേരളത്തിലെ യുവാക്കളാണ് ഈ ഒരു തെരുവുകളിൽ സമരം ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇനിയെങ്കിലും നല്ലൊരു തീരുമാനമെടുത്ത് നമ്മളെല്ലാവരും ജോലിക്ക് എടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഉള്ള ഒരു പരീക്ഷാ പരിഷ്കരണമായിരുന്നു, പുതിയൊരു പരീക്ഷാ പരിഷ്കരണമായിരുന്നു. ഇത് കണക്ക് 100% നിയമനം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്. ഈ 100% നിയമനം നടത്താമെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എക്സൈസ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 76 റാങ്ക് വാങ്ങിച്ച അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാരക്കോണത്തുണ്ടായിരുന്ന പയ്യൻ ആത്മഹത്യ ചെയ്തു. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി ലഭിക്കാത്ത, നിയമനം ലഭിക്കാത്തതിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുകയും ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവിടെ കഴിഞ്ഞ CPOക്കാർ അവർക്ക് 84% നിയമനം കഴിഞ്ഞതിന് ശേഷം, 84% നിയമനം കഴിഞ്ഞതിന് ശേഷമാണ് അവരിത്തരത്തിലൊരു സമരമുറ ഇവിടെ കൊണ്ടുവന്നതും. ആ ഒരു സമയത്ത് തന്നെയാണ് LGSകാർ ഒരു സമരം കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ജസ്റ്റിസ് ദിനേശൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് പുതിയ ഒരു പരിഷ്കരണം, അതായത് 2 ഘട്ട പരീക്ഷയും നടത്തി സിലബസ് മാറ്റി ഇതെല്ലാം ചെയ്തതിന് ശേഷം പുതിയൊരു പരിഷ്കരണം കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ കൊണ്ടുവന്നത്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ 100% നിയമനം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് അനന്തമായി നീളുന്ന ഒരു കാലമാണ്, ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അതായത് 2019 നോട്ടിഫിക്കേഷൻ വരികയും 2024 ആയിട്ടും ഇതിൽ നിന്ന് 20% മാത്രം നിയമനം നടന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ഘട്ട പരീക്ഷ കാര്യങ്ങളെല്ലാം നടത്തിയത്. അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ കയ്യിലുള്ള ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും മറ്റൊരു പ്രൈവറ്റ് ജോലിയിൽ ചെന്ന് കയറാനുള്ള ഒരു ജോബ് എക്സ്പീരിയൻസ് ഇല്ല. ആൾക്കാർ നമ്മളെ കളിയാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി നമുക്ക് എവിടെയാണ് നമുക്ക് അഭയമായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ജോലി, ഒരു പ്രൈവറ്റ് മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈത്തൊഴിലോ പഠിക്കേണ്ട ഒരു വിലപ്പെട്ട 5 വർഷമാണ് നമ്മൾ പാഴാക്കി കളഞ്ഞത്. നമ്മൾ ഡിഗ്രിയും PGയും എല്ലാം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സെക്യൂറായിട്ടുള്ളൊരു പണി, ഒരു ഗവൺമെൻറ് ജോലി മാത്രമാണോ സെക്യൂർ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പല ജോലികളും സെക്യൂറായിട്ടുണ്ട്. എന്നാലും ഈ ഗവൺമെൻറ്റിനെ വിശ്വസിക്കുകയും ആ ഗവൺമെൻറ് തൊഴിൽ കിട്ടും എന്ന് പ്രതീക്ഷ അർപ്പിച്ച് നിന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ഈ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത്
PSCയുടെ 2 ഘട്ട പരീക്ഷ, അതായത് UPSC നിലവാരമുള്ള പരീക്ഷയാണ് PSC ഇപ്പോൾ നടത്തിയത്, നമ്മളെ വെച്ച് പരീക്ഷിച്ചത്. അങ്ങനെ 2 ഘട്ട പരീക്ഷ നടത്തുകയും ഈ 2 ഘട്ട പരീക്ഷ എഴുതി അതിൽ നല്ല റാങ്ക് വാങ്ങിച്ച ആൾക്കാർക്ക് പോലും ജോലി കൊടുക്കുന്നില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ 40 ദിവസം കിടക്കുക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും യാതൊരു പിന്തുണയും ഇല്ലാതെ നടത്തുന്നൊരു പരിപാടിയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റൊരു സംഘടനകളുടെയോ യാതൊരു പിന്തുണയുമില്ലാതെ ഇവിടെ ദിവസവും 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ റാൻഡം കണക്കിന് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു പാർട്ടിയുടെ ഒരു പിന്തുണയുമില്ല, യാതൊരു പിന്തുണയില്ലാതെയാണ് നമ്മളിപ്പോൾ ഈ ഒരു സമരം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സമരം നടത്തുക എന്ന് പറയുന്നത് വലിയ ചിലവുള്ളൊരു കാര്യമാണ്. ഗവൺമെൻറ്റിന് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ വികാരം വരിതരായിട്ട് നമ്മൾ കൂടുതൽ ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവസാന ദിവസം നമ്മൾ മണ്ണ് കഴിച്ചു. ഈ മണ്ണ് കഴിച്ച് 2 ഉദ്യോഗാർത്ഥികൾ വയറുവേദനയെ തുടർന്ന് അന്ന് രാത്രി ഹോസ്പിറ്റലൈസ് ആയതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തം വാർന്നെടുത്ത് ഒരു ചെങ്കൊടി തീർത്തു. ആ ചെങ്കൊടി തീർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കൊടിയുടെ പിൻബലത്തിൽ അധികാരം വന്ന ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സർക്കാർ ചെങ്കൊടി പിടിച്ച് അധികാരത്തിലേറിയ ഒരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാർ ഏറ്റവും അടിയന്തരമായിട്ട് ഒതുക്കി തീർക്കേണ്ട ഒരു സമരമാണിത്. ഈ ഒരു സമരം ഇങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാരിനും ഇഷ്ടമില്ലായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇതിനകത്ത് ഇടപെടണം എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏപ്രിൽ 14 വരെ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ സർക്കാർ എന്തെങ്കിലും ചെയ്താൽ മതി, എന്തെങ്കിലും ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഓർത്താണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26 അപ്പോൾ അതിനകത്ത് ഒരു നിയമനമോ മറ്റുള്ള ഉത്തരവുകളോ ഇറങ്ങാൻ സാധ്യതയില്ല. കാര്യം പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സമരം വളരെ ത്യാഗോജ്വലമായ ഒരു സമരമാണ് ഇവിടെ നടത്തുന്നത് ഏതാനും ദിവസങ്ങളായിട്ട്. അതിൽ ചെങ്കൊടി തീർത്തും മണൽ വാരത്തുനിന്നുമൊക്കെയുള്ള ഒരു വലിയൊരു ത്യാഗോജ്വലമായ ഒരു സമരമാണ്. ഈ സമരത്തിന് ഒരു പ്രസക്തി വരുമോ, അല്ലെങ്കിൽ ആ പ്രസക്തി നഷ്ടപ്പെടുമോ എന്നല്ല നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? സമരത്തിന് അതിൻ്റേതായിട്ടൊരു പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പോൾ എന്തായാലും സർക്കാർ ഒരു തീരുമാനം എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം പ്രതീക്ഷയില്ലാതെ നമുക്കിവിടെ ഒന്നും കിടക്കേണ്ട കാര്യമില്ല. അനുമതിയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലാതെ നമുക്ക് ഇവിടെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല എന്തായാലും. ത്യാഗസന്നദ്ധമായ ഒരു സമരമാണ് നടന്നു വരുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പോലീസ് റാങ്ക് ലിസ്റ്റുകളൊക്കെ നിലവിൽ വന്ന ആൾക്കാരല്ല. ഇതിന് മുമ്പത്തെ റാങ്ക് ലിസ്റ്റൊക്കെ എന്ന് വെച്ചാൽ സാധാരണ ഒരു പരീക്ഷ ഫിസിക്കലി റാങ്ക് ലിസ്റ്റ് വന്നവരാണ്. പക്ഷേ നമ്മൾ ഈ കൊറോണ സമയത്ത് ഇതിനൊക്കെ അന്നത്തെ ചെയർമാനായിട്ടുള്ള സക്കീർ എന്ന് പറയുന്ന MK സക്കീർ എന്ന് പറയുന്ന സാറ് 2 ഘട്ട പരീക്ഷ ഉൾപ്പെടെ കൊണ്ടുവന്ന് നടത്തിയ ഒരു പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ആ ഒരു സീരിയസ്നെസ്സോടുകൂടിയാണ് പോയി അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അന്ന് ഈ അധികാര കേന്ദ്രത്തിരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ജോലി കൊടുക്കും എന്ന് പറഞ്ഞാണ് അവരെല്ലാം ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. ഏകദേശം 4 വർഷത്തിന് ശേഷം ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ അവർ പറയുകയാണ് വേക്കൻസി ഇല്ല. പക്ഷേ നമുക്ക് അല്ലാതെ അറിയാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വിവരാവകാശ രേഖകൾ പ്രകാരമൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതും പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പം ഇലക്ഷൻ മുൻനിർത്തിയാണ്. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലാതെ ഇനിയിപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ സാറേ. എന്തായാലും പ്രതീക്ഷയുണ്ട്. സമരം ശക്തമാണ്. തുടങ്ങിയിട്ട് 42 ദിവസത്തോളമായി. നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സപ്പോർട്ടും ഇല്ല. ഒരു സപ്പോർട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ബന്ധമില്ലാത്ത കണക്കാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. കാര്യം 14,000 പേരോളം ഉൾപ്പെട്ടൊരു ലിസ്റ്റാണ്. അതിൽ നിന്ന് നിലവിലൊരു 25% നിയമനം പോലും നടന്നിട്ടില്ല. അതുമാത്രമല്ല, 4 വർഷം ഈ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വർഷം കൂടെ ആകുമ്പോൾ 5 വർഷം നമുക്ക് പാഴാവുകയാണ്. അതിന് അർഹതപ്പെട്ടൊരു നിയമനം ഇതിന് മുൻപുള്ള ലിസ്റ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% മുകളിലുള്ള നിയമനമാണ് എപ്പോഴും നടക്കുന്നത്. ഈ 5 വർഷം പാഴായിട്ട് പോലും നമുക്കുള്ള നിയമനം നിലവിൽ വേക്കൻസി ഉണ്ട്. കാര്യം ഓരോ ജില്ലാ ബേസിലുള്ള പോലീസ് മേധാവിമാരും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഇത്ര വേക്കൻസി അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. ആ റിപ്പോർട്ടടക്കം എല്ലാം പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ എന്ന് പറയുമ്പോൾ ഭരണപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പിന്തുണ ഇല്ല. അത് പോയിട്ട് പ്രതിപക്ഷമായിട്ടുള്ള എല്ലാവരുടെയും പിന്തുണയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പിന്തുണ കൊണ്ട് നമുക്കൊരു നേട്ടമില്ല. കാര്യം നിലവിൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ. ഒരു വിജയം വരുള്ളൂ.
അതാണ് ചർച്ച എന്നൊരു കാര്യം വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു കാര്യം മുഖ്യമന്ത്രി കഴിഞ്ഞൊരു വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടായി. പക്ഷേ ആ ഒരു കണക്കും നമുക്ക് തന്നിട്ടുള്ള വേക്കൻസിയായിട്ട് ഒരു ബന്ധമില്ല. കാരണം നിലവിൽ PSC കൊടുക്കുന്ന ലിസ്റ്റാണ്. പക്ഷേ നമ്മുടെ യൂണിഫോം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല, നമ്മുടെ CPO എന്ന് പറഞ്ഞ ഒരു തസ്തികയാണ്. പക്ഷേ വുമൺ CPO, പോലീസ് ഡ്രൈവർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അടക്കമുള്ള മൊത്തം കൊടുത്തിട്ടുള്ള വേക്കൻസിയാണ് നമ്മുടെ കണക്ക് വെച്ച് അയാൾ പറഞ്ഞത്. അതും ടോട്ടലാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ CPO ഉദ്യോഗാർത്ഥികളാണ് ഈ സമരം നടത്തുന്നത്. നമ്മുടെ ഒരു 14,000 പേര് ആ ലിസ്റ്റിലുണ്ട്. അവർക്ക് കൊടുത്ത നിയമനം എത്രയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വ്യക്തത ഉണ്ടാകും. പക്ഷെ അത് ചെയ്തില്ല. അത് മാത്രമല്ല, നമ്മൾ നിലവിൽ കമ്മ്യൂണിറ്റി ബേസിൽ ഒരു പ്രഷർ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വിജയം കാണുമെന്ന് അറിഞ്ഞൂടാ. കാര്യം പലരും അതും കമ്മ്യൂണിറ്റി ബേസിലുള്ള നേതാക്കന്മാരും നമുക്കൊരു സപ്പോർട്ടായിട്ട് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാനായിരുന്നാലും നിലവിൽ SIUC കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ്. അവരെ നമ്മളൊന്ന് നേരിൽ കണ്ട് നമ്മുടെ വിഷയം അവതരിപ്പിക്കാൻ പല രീതിയിലും ശ്രമിച്ചു. പക്ഷേ അവരും നമുക്കതിനായിട്ട് അനുകൂലമായിട്ടൊരു രീതിയിൽ വരണില്ല. കാര്യം അവരും ജനാധിപത്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടൊരു കയറിയ ഒരു ഭരണകക്ഷിയല്ല നിലവിൽ അതിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അവരിൽ നിന്ന് നമുക്ക് ആ ഒരു സപ്പോർട്ടേ ഉണ്ടാവും. അതാണൊരു അവസ്ഥ നിലവിൽ നമുക്ക്. പക്ഷേ നമ്മുടെ ജീവിതമാണിത്, നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ജോലിയൊന്നും ചെയ്ത് ശീലിക്കാത്ത ആളല്ല. എനിക്ക് നിലവിൽ 33 വയസ്സായി. ഞാൻ 15 വർഷത്തിന് മുകളിലായി കൂലിപ്പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. ലോഡിംഗ് പണിയാണ് അത്. ഇന്ന് രാവിലെയും ഇന്ന് വെളുപ്പിലെ 4 മണിക്ക് എണീറ്റ് പോയി ലോഡിംഗ് പണി കഴിഞ്ഞ് 8 മണിക്ക് നിർത്തിയിട്ട് ഇറങ്ങിയ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. നമുക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ അധ്വാനിച്ച് നേടിയൊരു വിജയമാണ്. അതിന് അർഹതപ്പെട്ട ന്യായം നമുക്ക് കിട്ടണം. ഇതൊരു ഔദാര്യമല്ല, അവകാശമാണ്. അത് നമ്മൾ നേടിയെടുത്തിട്ട് എന്തായാലും പിന്മാറുകയുള്ളൂ. കേരള പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന അതിജീവനത്തിൻ്റെ സമരം 42 ദിനങ്ങൾ പിന്നിടുകയാണ്. അവർ അനുഭവിച്ച ദുരിതങ്ങൾ വിവരിക്കുന്നു. മണൽ വാരി തിന്നും രക്തത്തിൽ ചാലിച്ച ചെങ്കൊടി തീർത്തും നടത്തിയ സമരം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല. ഇവരുടെ വിഷയത്തിൽ സർക്കാർ കണ്ണ് തുറക്കുമോ? മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.